നമ്മളിന്ന് എങ്ങടെ പോണച്ചാ? നമ്മള് കുത്താമ്പള്ളി. ഓക്കെ, കുത്താമ്പള്ളി. അപ്പൊ നമ്മള് എവിടെ? ഒറ്റപ്പാലം ചേലക്കര റോഡ്. ഒറ്റപ്പാലം ചേലക്കര റോഡ്. അപ്പൊ നമ്മള് അഡ്രസ് ഇട്ട് പോണത് AR കുത്താമ്പള്ളിയുടെ അഡ്രസ് ഇട്ടാ പോണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. അവിടെ കുറെ ഒരു സ്ട്രീറ്റ് ആണ്, അവിടെ കുറെ അതുപോലത്തെ കടകളുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് അവിടെ മൊത്തം നിരങ്ങി നോക്കാം. നമ്മളിന്ന് പോണത് കുത്താമ്പള്ളി ഹാൻഡ്ലൂംസ് തിരുവല്ലാമല. അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ, 1.5 മണിക്കൂറില്ല അച്ഛാ, 1.5 മണിക്കൂറുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട്. നമ്മൾ ഏകദേശം 11:30 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തും. അങ്ങനെ അതാ ഹരിതാപവും പച്ചപ്പൊക്കെ കണ്ടിട്ട് നമ്മൾ കുത്താമ്പള്ളിയിലേക്കുള്ള യാത്ര തിരിച്ചിരിക്കുകയാണ്. പാലക്കാടിന്റെ ഭംഗിയൊക്കെയാണ് നമുക്ക് കണ്ടിട്ട്. നമ്മൾ മലപ്പുറത്തുനിന്ന് പാലക്കാടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്ക് ഞങ്ങളിത് അങ്ങനെ ഒരു റെയിൽവേ ക്രോസിങ്ങിലും പെട്ടു. കുറച്ചു നേരം ഇവിടെയും നിൽക്കേണ്ടി വന്നു. അമ്മയുടെ ലോക്കലിനുള്ളിൽ കൂടെ നടക്കണ്ടാവോ? അല്ലെങ്കിലും പാതപ്പഴം ഇവിടെ നിന്ന് അധികം വെള്ളം വരില്ലല്ലോ. അങ്ങോട്ട് അങ്ങോട്ട് നിന്നല്ലേ വെള്ളം കൂടാ. കുറെ തോടുകൾ ഇതൊക്കെ വന്ന് ചെയ്യുന്നത്. ഉത്ഭവസ്ഥാനത്ത് വെള്ളം കുറവാ. ഓടിക്കാന്ന് പറഞ്ഞതാ, പക്ഷെ അച്ഛൻ കേൾക്കണില്ല. അപ്പൊ അതുകൊണ്ട് അച്ഛൻ തന്നെ വണ്ടി ഓടിക്കാണ്. നമ്മളിത് അങ്ങനെ നമ്മളെ പ്ലേസ് ഏകദേശം എത്തിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം പോണത് ശരവണ നെയ്ത്തുകട സ്ഥലത്തേക്കാണ് പോകുന്നത്. ബാക്കി നമ്മൾ ആദ്യം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ട് കുറേ സ്ഥലത്ത് പോകാനാണ് നോക്കിയത്. പക്ഷേ എല്ലായിടത്തും ഭയങ്കര തിരക്കായിരുന്നു, കയറാൻ സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ശരവണ നെയ്ത്തുകടയിൽ കയറി. ആദ്യത്തെ ഫ്ലോറിൽ തന്നെ ഫുള്ള് ഇഷ്ടം പോലെ വെറൈറ്റി ഓഫ് മുണ്ടുകളാണ്. ഏത് കളർ ഷർട്ടിനുള്ള കളറുള്ള മുണ്ടുകളും കിട്ടും. നല്ല പല പാറ്റേൺസ് ഉള്ള കസവ് മുണ്ടുകളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ സെറ്റ് സാരി, സെറ്റ് മുണ്ട്, ഹാൻഡ്ലൂംസ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ചൊക്കെ പർച്ചേസ് ചെയ്ത്, കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് നമ്മളെല്ലാം ഒന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതിയിലാണ് വന്നത്. അടുത്ത ഞങ്ങൾ കയറുന്നത് റാംസൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഇവിടെ കുറച്ചും കൂടെ വലിയൊരു കട കേട്ടോ. ഒരു 3 ഫ്ലോറൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നേരത്തെ നമ്മൾ അച്ഛൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു സെറ്റ് മുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ ഒരു സെറ്റ് മുണ്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മമ്മയ്ക്കും വാങ്ങിച്ചു, അമ്മൂനും വാങ്ങിച്ചു. അപ്പോൾ ഇപ്പം നമ്മൾ അച്ഛനുള്ള മുണ്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഒരു ഫ്ലോറിലെ ഒരു ഹാഫ് സൈഡ് മൊത്തം മുണ്ടാണ്. സിൽവർ കസവ്, ഗോൾഡൻ കസവ്, കോപ്പർ കസവ്, പിന്നെ ബോർഡർ ഇല്ലാത്തത് എല്ലാം ഇങ്ങനെ മിക്സാക്കി. പിന്നെ അച്ഛന് വളരെ സെലക്റ്റീവാണ് മുണ്ടിൻ്റെ കാര്യത്തിൽ. അങ്ങനെ എല്ലാ മുണ്ടും നമ്മൾ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അടുത്ത സൈഡിലേക്ക് ഞാൻ പോയി നോക്കിയപ്പോൾ ഇവിടെ മൊത്തം സാരീസിൻ്റെ വേറൊരു കളക്ഷൻ. ഒരു സൈഡ് മൊത്തം സെറ്റ്, കസവിൻ്റെ സെറ്റ് മാത്രം. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ ഓണത്തിനൊക്കെ വേണ്ടി എടുക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകുന്നതാണ് നല്ലത്. ഇങ്ങനത്തെ സംഭവങ്ങൾ എടുക്കുകയാണെങ്കിൽ, സെറ്റ് ഉണ്ട് അങ്ങനത്തെ സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ചോയ്സ് കുത്താമ്പള്ളിക്ക് പോകുന്നത് തന്നെയാണ്. അവിടെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻ ഉണ്ട്. റെഡി ടു വെയർ ഉണ്ടായിരുന്നു. അമ്മ ഒരു റെഡി ടു വെയർ ആണ് സാരി എടുത്തത്. ഇതിനെല്ലാം അമ്മ എടുത്ത സാരിക്ക് 500 റുപ്പീസുള്ളൂ. എല്ലാം ഇങ്ങനെ എന്താ പറയുക, അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ള സാരീസ്. ഭയങ്കര തിക്നെസ് കൂടിയിട്ടുള്ള, കസവ് കൂടിയിട്ടുള്ളത്, തിക്കായിട്ടുള്ള കസവ്, ചെറിയ കസവ്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഇവിടെ. നമ്മൾ സാരി ഓൾറെഡി എടുത്തുകൊണ്ടും പിന്നെ ഞാൻ അത്ര സാരി ഉപയോഗിക്കാത്തതുകൊണ്ടും നമ്മൾ കൂടുതൽ നോക്കാനൊന്നുമില്ല. പക്ഷേ നെക്സ്റ്റ് ടൈം ഞാൻ ഇവിടെ വരികയാണെങ്കിൽ ഉറപ്പായും ഇതുപോലത്തെ ഒരു സാധനമാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ പിന്നെ എനിക്ക് യൂസ് ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ അവിടെ തിരിച്ചു വെച്ചു. പിന്നെ ഒത്തിരി കളക്ഷൻ ഉണ്ട്. ഇത് നമ്മൾ അച്ചൂട്ടിക്കുള്ള ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു വെറൈറ്റി സംഭവം ഞാൻ കണ്ടെന്ന് വെച്ചാൽ, ഈ കുഞ്ഞു കുട്ടികൾക്ക് എടുക്കുന്ന മുണ്ടില്ലേ, മറ്റേ വെൽക്രോ പോലത്തെ, അതാണ് ഈ സൈഡ് മൊത്തം. അപ്പോൾ ഒരു സൈഡ് മൊത്തം വെൽക്രോ ആയിരുന്നു. ഞാൻ പിന്നെയും കുറച്ചും കൂടെ സാരി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം നേരത്തെ കാണിച്ചെന്ന് ഒരുപാട് വെറൈറ്റി സെറ്റ് മുണ്ടുകളും സെറ്റ് സാരികളും ഉണ്ട്. എല്ലാം പറ്റുകയാണെങ്കിൽ ഇവിടെ ഒന്ന് പോയി നോക്കുക എല്ലാവരും. ഇതൊക്കെ ഒരു ലെസ് ദാൻ 2000 റേഞ്ചിലായിരുന്നു ഞാൻ കണ്ടത്. എനിക്ക് പക്ഷേ നല്ല ഇഷ്ടപ്പെട്ടു ഇതൊക്കെ. പക്ഷേ നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് അത് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഒഴിവാക്കി. പിന്നെ ഇവർക്ക് തന്നെ താഴത്തെ ഫ്ലോറിൽ കുറേ ബ്രൈഡൽ കളക്ഷൻസ് ഉണ്ട്. അതെല്ലാം അങ്ങനെ ബോക്സ് ആക്കി വെച്ച് താഴെ വേറെ ഒരു അലമാറയിലൊക്കെയാണ് വെച്ചിരിക്കുന്നത്.
റേറ്റുള്ള സാരീസാണ് അതൊക്കെ. ഇതിൽ തന്നെ ഹാൻഡ്ലൂംസ് സെറ്റ് ഉണ്ട്, ബ്രൈഡൽസിന് എടുക്കാൻ പറ്റും. ഇതൊക്കെ ഒരു 3K 4K 5K റേഞ്ചിൽ വരുന്ന ബ്രൈഡൽസ് സെറ്റും ഉണ്ടുണ്ട്. ഞങ്ങൾ അതും കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ചായ കുടിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ സൈഡിൽ നിന്നൊക്കെ പോയി നിർത്തൽ തുടങ്ങി. അച്ഛന് ചായ ഇല്ലെങ്കിൽ കട്ടൻ ചായ അച്ഛന് മസ്റ്റാ, ചായ ഇല്ലെങ്കിൽ അടുത്ത പരിപാടി നടക്കില്ല. അതിങ്ങനെ എടുക്കും ഞാൻ, പക്ഷേ ഒന്നും ഞാൻ ടെലികാസ്റ്റ് ചെയ്യില്ല. പഴംപൊരി രസമാണ്. അങ്ങനെ ഞങ്ങൾ ചായയും കട്ടൻ ചായയും പഴംപൊരിയും കുറച്ച് കടിയൊക്കെ കഴിച്ച് അവിടെ നിന്നും തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചത്. നമ്മൾ രാമചന്ദ്രയിൽ നിന്നും കുറച്ച് എടുത്തിരുന്നു. അമ്മൂന് കുറച്ച് സാരി രാമചന്ദ്രയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, അറ്റ്ലീസ്റ്റ് കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാംസണും ശരവണയാണ് രാമചന്ദ്രേനേക്കാളും. അങ്ങനെ പിന്നെ നമ്മൾ മഞ്ചേരിക്ക് അച്ഛനും അമ്മയ്ക്കും അവിടെ നിന്ന് എടുത്തിരുന്നു. അമ്മമ്മയ്ക്ക് എടുത്തിരുന്നു ഒരു സെറ്റ്, അമ്മയ്ക്ക് എടുത്തു. അങ്ങനെ എല്ലാവർക്കും കുറച്ച് സാധനങ്ങൾ എടുത്തു. ഇതിൽ ഞങ്ങളുടെ ഒരു കളർ ചേഞ്ച് വാങ്ങിച്ചു, പിന്നെ ഒരു മുണ്ട് വാങ്ങിച്ചു, പിന്നെ ഒരു സാരി വാങ്ങിച്ചു.